19-ാം നൂറ്റാണ്ടിന്റെ തുടക്കം വരെയും ലോകമെമ്പാടും പരക്കെയുണ്ടായിരുന്ന വിശ്വാസം ഈ ഭൂതലത്തിലുള്ള സകല ചരാചരങ്ങളെയും ഒരൊറ്റ സൃഷ്ടാവ് പണ്ടേക്ക് പണ്ടേ പടച്ചുവിട്ടതാണ് എന്നായിരുന്നു. 1831 ഡിസംബർ 27-ാം തീയതി ഇംഗ്ലണ്ടിൽ നിന്ന് HMS ബീഗിൾ എന്ന പരിവേഷണ കപ്പലിൽ കയറി 22-കാരനായ ഒരു കോളേജ് വിദ്യാർത്ഥി ഒരു യാത്ര പുറപ്പെട്ട നിമിഷം തൊട്ട് ഈ ലോകത്ത് അന്നോളം പുലർന്നിരുന്ന വിശ്വാസങ്ങളുടെ എല്ലാം അടിത്തറയ്ക്ക് ഇളക്കം തട്ടി തുടങ്ങി. അടുത്ത 5 വർഷക്കാലം ആ യുവാവ് തെക്കേ അമേരിക്കയിലെ പല പല ഭൂപ്രദേശങ്ങളിലായി തുടർച്ചയായി നിരീക്ഷണങ്ങളും പഠനങ്ങളും നടത്തി. കണ്ടതും കേട്ടതുമെല്ലാം അയാൾ കടലാസിൽ പകർത്തി. കിട്ടിയ സാമ്പിളുകളെല്ലാം ശേഖരിക്കുകയും ചെയ്തു. 5 വർഷത്തിനിപ്പുറം നാട്ടിലേക്ക് മടങ്ങിയെത്തിയ ആ യുവാവ് ഈ കണ്ടെത്തലുകളെ എല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് തുടർ പഠനങ്ങളും പരീക്ഷണങ്ങളും നടത്തി. പിന്നെയും 2 പതിറ്റാണ്ടുകൾക്കപ്പുറം തന്റെ നിരീക്ഷണങ്ങളും വിശകലനങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് അയാൾ ഒരു ബൃഹത് പുസ്തകം രചിച്ചു. ആ കൃതി അന്നോളം ലോകം സത്യമെന്ന് ധരിച്ച് അടിയൊച്ച് വിശ്വസിച്ചിരുന്ന ദൈവമെന്ന സൃഷ്ടാവിനെ തള്ളിപ്പറയുന്ന ഒന്നായിരുന്നു. മതമേധാവിത്വത്തിനെതിരെ ശബ്ദിക്കുന്നവരുടെ ജീവൻ പോലും അപകടത്തിലായിരുന്ന അക്കാലത്ത് അയാൾ ഇങ്ങനെ ഒരു പുസ്തകം എഴുതാൻ പ്രകടിപ്പിച്ച ധീരത ചെറുതൊന്നുമല്ലായിരുന്നു. ആ യുവാവിന്റെ പേര് ചാൾസ് റോബർട്ട് ഡാർവിൻ. ജീവജാതികളുടെ പരിണാമത്തെക്കുറിച്ച് അന്നോളമുള്ള ധാരണകളെയെല്ലാം തിരുത്തി കുറിച്ച ആ പുസ്തകത്തിന്റെ പേര് ഓൺ ദ ഒറിജിൻ ഓഫ് സ്പീഷീസ്.